കാപ്പ കേസിൽ റിമാൻഡിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ അയോഗ്യനായേക്കും. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ജനപ്രതിനിധിയെ അയോഗ്യനാക്കും എന്നാണ് നഗരസഭാ ചട്ടം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഗതൻ കഴിഞ്ഞ 2 യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല. അടിയന്തരമായി അടുത്ത കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകി. എന്നാൽ സുഗതന് പ്രതിരോധം തീർക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് CPM പ്രവർത്തകരെ മർദ്ദിച്ചതിൽ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ. സുഗതനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തത്. പിന്നാലെ ഒളിവിൽ പോയ സുഗതൻ ഏപ്രിൽ 27-നും മെയ് 12-നും തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് ചേർന്ന കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുമില്ല. കാപ്പ ചുമത്തിയതിനാലും ഉടൻ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാലും അടുത്ത കൗൺസിൽ യോഗത്തിലും സുഗതന് പങ്കെടുക്കാനാകില്ല. സംസ്ഥാനത്തെ നഗരസഭാ ചട്ടപ്രകാരം തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും. എന്നാൽ സുഗതന്റെ അയോഗ്യത തടയാൻ ബി.ജെ.പി. രേഖകൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് CPM ആരോപണം. നേരത്തെ പൂർത്തിയായ 2 യോഗങ്ങളിലും പങ്കെടുക്കാത്തവരുടെ പേരുകളിൽ മേയർ വി. രാജേഷ് സുഗതന്റെ പേര് രേഖപ്പെടുത്താത്തതാണ് ആരോപണത്തിന് ശക്തി പകരുന്നത്. കഴിഞ്ഞ ഭരണ സമയത്തെല്ലാം ഒരു മാസം 2-3 കൗൺസിലൊക്കെ കൂടിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഈ കൗൺസിൽ കൂടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 2 കൗൺസിലായിട്ട് ഇദ്ദേഹം ഒളിവിലായിരുന്നതുകൊണ്ട് ഇദ്ദേഹം കൗൺസിൽ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തിട്ടില്ല. 3 കൗൺസിൽ യോഗത്തിനകത്ത് പങ്കെടുക്കാതിരിക്കുമ്പോൾ അത് സെക്രട്ടറിയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്ത് മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കൊക്കെ തന്നെ പോയി അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇത്തരം റൗഡികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നഗരസഭയായിട്ട് ഇവർ മാറുകയാണ്. റിമാൻഡിലായ ശേഷം സുഗതൻ അവധി അറിയിച്ചിട്ടില്ലെന്നും എല്ലാവരുടെയും പേര് രജിസ്റ്ററിൽ ഉണ്ടോ എന്ന് നോക്കാൻ കഴിയുമോ എന്നുമായിരുന്നു മേയർ വി. രാജേഷിന്റെ ചോദ്യം. ഈ എല്ലാ കൗൺസിലർമാരുടെയും അവർ കൗൺസിലർ ആയതിനു ശേഷം കൗൺസിൽ ഇടപെടുന്നതും കൗൺസിലർ എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ മത്സരിച്ച 100 വാർഡിലും ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്, 101 പേര് ജയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൗൺസിലിൽ വരുന്നതിന് മുമ്പ് ഏതൊക്കെ കേസിൽ പ്രതിയായിരുന്നു, അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാണ് ജനിച്ചത്, ഇതത്രയും നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നും വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട LDF-ഉം UDF-ഉം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകി. കാപ്പ കേസിൽ പ്രതിയായിട്ടും സുഗതന് പ്രതിരോധം തീർക്കുകയാണ് ബി.ജെ.പി. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും സുഗതനെ സംരക്ഷിക്കുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾ സുഗതനെ പിന്തുണയ്ക്കുന്നു, അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവാണ്. നിയമപരമായ 100% ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് രാഷ്ട്രീയമുണ്ട്, എൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ആരെ വണ്ടി പോയി പൊളിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല, മനസ്സിലായില്ലേ? അത് CPM-ന് വിട്ടുകൊടുത്താൽ മതി. സുഗതന്റെ അറസ്റ്റ് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നാടകമെന്ന് മുൻ DGP-യും ബി.ജെ.പി. കൗൺസിലറുമായ ആർ. ശ്രീലേഖ ആരോപിച്ചു. ഭരണം മാറിയെങ്കിലും പോലീസ് ഇപ്പോഴും CPM-ന്റെ അടിമകളാണ്. വട്ടിയൂർക്കാവിലെ അനധികൃത പ്രവൃത്തികൾ ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്ക് വേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് സുഗതനെതിരെ പോലീസ് ഇത്രയധികം കേസെടുത്തത്. ആകാശത്തേക്ക് വെടിയുതിർത്ത് മഫ്തി വേഷത്തിൽ ചീപ്പ് ഹീറോയിസം കാണിച്ച SHO വിപിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസാണെന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സുഗതന്റെ അറസ്റ്റിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.